ഹലോ, നമസ്കാരം. ദീപക്. ഞങ്ങൾ കാർ ലോണിനെ സംബന്ധിച്ച് പല കഥകൾ പറയാറുണ്ടെങ്കിലും ഈ കഥകൾ മുഴുവനും പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നും ഇത് കള്ളക്കഥയാണോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം വിവരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്കൊരു ആളെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നതാണ്. നമുക്ക് അയാളുടെ ഡീൽ ഇതുവരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ട് എന്ന് പറയുന്ന കഥകൾ മുഴുവൻ കള്ളക്കഥയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതിലുമായി പറയൂ, എങ്ങനെയായിരുന്നു ആ സംഭവം ഉണ്ടായേ? അല്ലെങ്കിൽ നമ്മളിപ്പോ ഓൾറെഡി ജസ്റ്റ് ഒരു പകുതി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുമ്പോൾ കുറച്ച് ഡ്രാമയായി പോവാതെ അത് ജസ്റ്റ് എന്താണ് തോന്നിയത്, എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയതെന്ന് പറയാമോ? ഓക്കെ. ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വണ്ടികൾ കാണാറുണ്ട്. അപ്പൊ അതിൽ കുറെ ആഡ്സ് നമുക്ക് ഇങ്ങനെ വരും. മന്ത്ലി EMI 550 തരം 600 തരം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയുടെ മോഡൽ ഉണ്ടാവും, കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞതൊന്നും ആവില്ല. അവിടെ മനസ്സിലായി. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ വണ്ടിയുടെ ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് പറയും. ബാങ്കിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിയുമ്പോൾ വണ്ടിക്ക് പറയും ഇത്ര വർഷത്തേക്ക് ലോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ EMI ഇത് ആവില്ല, EMI ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഇപ്പോൾ 2016 മോഡൽ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോൾ അവര് മന്ത്ലി EMI 550 തറാണ് അതിലുണ്ടായിരുന്നത് ഫേസ്ബുക്ക് ആഡിൽ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഒരു ഓക്കെ എന്നെല്ലാം പറഞ്ഞ് നമ്മളൊരു അഡ്വാൻസ് പേയ്മെന്റ് അവിടെ ചെയ്തിരുന്നു. അഡ്വാൻസ് പേയ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടി കാണാൻ അവർ വിളിച്ചു. ബാങ്കിൻ്റെ ഇത് ശരിയായിട്ട് പറഞ്ഞിട്ട് വണ്ടി കാണാൻ ചെന്നപ്പോൾ അവർ പറയണു ഇത് ദുബായ് ഇസ്ലാമിക്കിലായതുകൊണ്ട് ഇന്നൊരു ബാങ്കിലായതുകൊണ്ട് നമുക്ക് 4 വർഷത്തേക്ക് ലോൺ കിട്ടില്ല, 2016 വണ്ടി കിട്ടുള്ളൂ. അപ്പൊ നമുക്കത് EMI ഡബിൾ ആയിരിക്കും. ഇപ്പൊ 550 നാള് ചിലപ്പോൾ 1000 തരത്തിന്റെ മുകളിലായിരിക്കും. അപ്പൊ നമ്മളത് വിചാരിക്കില്ല, എക്സ്പെക്ട് ചെയ്യാണ് നമ്മൾക്കത് തോന്നണേ. അപ്പൊ അവര് വേറൊരു ബാങ്കിൽ ഇടാന്ന് പറയും. 4 വർഷം 5 വർഷം കിട്ടാവുന്ന രീതിയിലുള്ള ബാങ്ക് ഏതാണെങ്കിൽ ആ ബാങ്കിലേക്ക് ഇടാന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു വണ്ടി നോക്കിയിട്ടാണ് ഞാൻ ചെന്നത്. റാസൽഖോറിലൊരു ഇതിലേക്കാണ് പോയത്. അവിടെ ചെന്നു, നമുക്ക് ഓക്കെ നമ്മുടെ അടുത്ത ബാങ്കിൽ ഇടാന്ന് പറഞ്ഞു. അവിടെ ചെന്നു, അതുകൂടിയും നമ്മൾ ഇത് തന്നെയാണ് സിറ്റുവേഷൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ബാങ്ക് ലോണൊക്കെ ഓക്കെ, അത് ചെന്നപ്പോൾ വണ്ടി ഇല്ലാന്നായി. മനസ്സിലായി. പിന്നെ അവർ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതായത് സാറ് ആദ്യം പോയിട്ട് ഒരു വണ്ടി കണ്ടു, അതിന് അഡ്വാൻസ് കൊടുത്തു, അല്ലെ, ഡോക്യുമെന്റ് കൊടുത്തു, തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 ഡേയ്സിന്റെ ഉള്ളിൽ ബാങ്കിൽ നിന്നുള്ള അപ്രൂവൽ വന്നു. അപ്പൊ ഏകദേശം അപ്രൂവൽ ആയി കഴിഞ്ഞു. നമ്മൾ വീണ്ടും വണ്ടി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി അവിടെ ഇല്ല. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വണ്ടി വീണ്ടും നിങ്ങൾക്ക് വന്നാൽ ഇല്ല. അപ്പൊ അതിക്ക് മുന്നേ അപ്പൊ അവര് വിളിച്ചു, അപ്പൊ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ? ഓൾറെഡി ആദ്യമേ വിളിച്ചു പറഞ്ഞായിരുന്നോ ആ വണ്ടി ഇല്ലാതെ വിളിച്ചു പറഞ്ഞോ? ഇല്ല, ലോൺ അപ്രൂവൽ ആയി കഴിഞ്ഞപ്പോ വണ്ടി കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വണ്ടിയിൽ എന്തെങ്കിലും വർക്കുകൾ നിങ്ങൾക്ക് ചെയ്ത് തരണം. ഇപ്പൊ വണ്ടി ഈവൻ അവർ പറഞ്ഞത് അതിൽ വല്ല സ്ക്രാച്ചസോ അല്ലെങ്കിൽ അതിൽ മാറ്റേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ വണ്ടി ഒന്നും കൂടി വന്ന് കൺഫേം ആക്കി അതിലെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് ചെന്നത്. അവിടെ കഴിഞ്ഞപ്പോ അവരിൽ വണ്ടി ഇല്ല എന്നായി. മനസ്സിലായി. അത് എന്താ അവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ ഈ എല്ലാ കച്ചവടക്കാരും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മുഴുവനും ഈ ക്യാഷ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യാതൊരു പ്രോബ്ലംസും ഇല്ല. നമ്മൾ നേരെ പോയിരുന്നു ക്യാഷ്. ഇപ്പൊ സാർ ഇപ്പോഴും ചെയ്തേക്കുന്ന ഒരു സ്റ്റെപ്പ് അഡ്വാൻസ് നേരെ മറിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു സോഫ്റ്റ് അപ്രൂവൽ എടുത്തു വെച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കടുത്ത് വേറെ യാതൊരു റിസ്കിന്റെ ആവശ്യമില്ല. നേരെ ചെല്ലുന്നു, അഡ്വാൻസിന്റെ പോലും ആവശ്യമില്ല. നമുക്ക് നേരെ ഫുൾ എമൗണ്ട് ക്യാഷ് കൊടുത്ത് നമുക്ക് നേരെ വണ്ടി വാങ്ങിച്ചു അങ്ങോട്ട് പോരാ. ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായ കാര്യം, സാറിനോട് ഇപ്പൊ ഒരു റേറ്റ് പറഞ്ഞ് 30 രൂപ അല്ലെങ്കിൽ അങ്ങനെ ഒരു റേറ്റ് പറഞ്ഞ് ഫിക്സ് ചെയ്തു. ഇതിപ്പോ ഇവര് പരസ്യം ചെയ്യുമ്പോൾ ഇവർക്കൊരു വലിയൊരു എക്സ്പെൻസ് ഉണ്ട്. കാരണം ഡിവിഷനിലൊക്കെ ഇപ്പൊ പരസ്യം ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 600-700 ദിവസം മിനിമം നമുക്ക് ചെലവുണ്ട്. ഇത്രയും ചെലവ് കൊടുത്ത് നമ്മളൊരു പരസ്യം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് എത്ര ആൾക്കാർ വന്നാലും അവരൊക്കെ വണ്ടി കാണിക്കുകയും ചെയ്യും, വണ്ടി അവൈലബിൾ ആണെന്ന് പറയുകയും ചെയ്യും. ഇത് എപ്പോ രജിസ്റ്റർ ചെയ്യുന്നു അതുവരെ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, ആക്ച്വലി പരസ്യങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഞാനാണെങ്കിലും ഇപ്പൊ ഏകദേശം 2 മാസമായി വണ്ടി നോക്കാൻ തുടങ്ങിയിട്ട്. പരസ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കുറെ ഇതുണ്ട്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഇഷ്ടംപോലെ പരസ്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ഇപ്പൊ പരസ്യം ചെയ്യണവരെല്ലാവരും പറയണത് ഇന്ന വണ്ടി ഉണ്ട്, അവൈലബിൾ ആണ്, 2020 മോഡലാണെങ്കിൽ അത് 0 ഡൗൺ പേയ്മെന്റ് ബാങ്ക് ലോൺ വഴി നമുക്ക് ചെയ്യാം. അന്ന് അതിലൊരു എമൗണ്ട് പറയണില്ല, EMI കാര്യങ്ങളൊന്നുമില്ല. ഈവൻ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കാര്യങ്ങൾ അറിയാം. സപ്പോസ് നമ്മളിപ്പോൾ അവർക്ക് ആ നമ്പർ എടുത്തു, അതിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും, അത് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വണ്ടിയുടെ കറക്റ്റ് ഡീറ്റെയിൽസ് പറയില്ല. നമ്മൾ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് അവർ ചെന്നു. നമ്മളിപ്പോ പരസ്യങ്ങൾ കാണുന്നത് ഇത് പോകുന്നത് വണ്ടിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ പോകുന്നത് ടാക്സി പിടിച്ചും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായത്തോട് കൂടിയിട്ടും. ഇവൻ ഞാനിപ്പോ സ്റ്റേജ് അജുവാനല്ല, ഞാൻ ഈ വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ഞാൻ 3-4 പ്രാവശ്യം ഞാൻ പോയി.
ഞാൻ ഈ അജ്മാനിൽ നിന്ന് ഇപ്പോൾ എൻ്റെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് റെന്റിനുണ്ട്. ഞാൻ ഈ 2 വണ്ടി എടുക്കുമ്പോൾ വേണം പെട്രോൾ അടിക്കണം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര മനസ്സിലായി. നമ്മൾ ചെയ്യണം. അവിടെയാണ് എന്റെ പോയിന്റ്. അതായത് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 30 രൂപയ്ക്ക് ഇപ്പൊ സാധനം ഇപ്പൊ ഫിക്സ് ചെയ്ത് അഡ്വാൻസ് വാങ്ങിച്ചു കഴിയുമ്പോൾ അടുത്ത ആളോട് പറഞ്ഞാൽ 31 32 രൂപയ്ക്കായിരിക്കും പറയുക. അപ്പൊ ഈ 32 രൂപയ്ക്ക് അവർ വാങ്ങിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അവർ ഇന്ന് അഡ്വാൻസ് വാങ്ങിക്കും. അഡ്വാൻസ് വാങ്ങിച്ചതിന് ശേഷം ആരാണോ ആദ്യം വരുന്നത് അവർക്കത് കൊടുത്ത് അവസാനിപ്പിക്കും. ഈ 32 ശേഷം വീണ്ടും ഒരു വണ്ടി കാണിക്കും. അപ്പൊ അവരുടെ ലാസ്റ്റ് വരെ പറയുന്നത് ചിലപ്പോൾ 33 അല്ലെങ്കിൽ 34 ആയിരിക്കും, അല്ലെങ്കിൽ 32 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടുതലായിരിക്കാം. ഇപ്പോ കുറെ ആൾക്കാർ ചെയ്യണവരുണ്ടാവും, ചെയ്യാത്തവരും ഉണ്ടാവും. നല്ല രീതിക്ക് കച്ചവടം നടക്കണം. ഇതിപ്പോ വലിയ വലിയ കമ്പനിക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പേര് പറയാൻ പാടില്ല. പേര് പറയാൻ കഴിഞ്ഞ നാളെ ചിലപ്പോ അവര് നമ്മുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനോർക്കണ്ട. കഴിഞ്ഞ ദിവസം വന്ന ഒരു വണ്ടി വലിയ ഡീലറാ, ഭയങ്കര ഫേമസ് ഡീലറാ. ഞാൻ പേര് പറയാൻ പേടിച്ചിട്ട് പറയാത്ത, കാരണം ഇവരെല്ലാം പോയി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കഞ്ഞിട്ട് വിട്ടു. നമുക്കിപ്പോ ആരും പേര് പറയണമെന്ന് അല്ലല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സാധാരണക്കാരെ പോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കണം, നമുക്കൊരു വണ്ടി എടുക്കേണ്ട സിറ്റുവേഷൻ ആയി. ഇപ്പൊ വണ്ടി എടുക്കണം, അപ്പൊ നമ്മളിപ്പോ അതിന്റെ പിന്നാലെ നടക്കാണ്. അപ്പോ നമുക്കിപ്പോ കാശുള്ളവരാണെങ്കിൽ പിന്നെ എന്ത് മനസ്സിലായി സാർ. ഇപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ പറയുമ്പോ ഇതെന്താ ഇത്രയും കാശ്, അങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പോയിട്ട് പരിചയമുള്ളവർ, അതിൽ ഒന്ന് പോയിട്ടൊന്ന് കഷ്ടപ്പെട്ട് വന്നവരാണെങ്കിൽ എനിക്ക് ഇത്രയും കൂടുതലൊന്നും പറയേണ്ടി വരില്ല. കാരണം അവർക്ക് ഓൾറെഡി ഒരു കഥ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ, കാരണം നമ്മുടെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വിൽക്കണില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കഥകൾ പറയും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്രയാവോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്ന് ഇപ്പൊ ഞങ്ങൾ ഗൂഗിൾ റിവ്യൂസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഞങ്ങൾ ഭയങ്കര സംഭവം നല്ലട്ടോ പറയണേ. ഞാൻ ആക്ച്വലി ഞാനിങ്ങനെ ഒരു ഷാർജയിൽ ഇങ്ങനെ വണ്ടി നോക്കാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ബ്രദർ കൂടി ഉണ്ട്. അപ്പൊ ബ്രദർ ഓൾറെഡി എനിക്ക് തോന്നുന്നു നിങ്ങളായിട്ട് പറഞ്ഞ സമയത്തായിരുന്നു. എന്നോട് നിങ്ങളുടെ ബ്രദറാന്ന് പറഞ്ഞല്ല സംസാരിച്ചത്, ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ബ്രദറാണ്. ബ്രദർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഇടയിൽ ഏകദേശം കഴിയാറായപ്പോഴാണ് ഞാൻ കയറി വന്നത്. അപ്പോ ബ്രദർ അത് ഫിനിഷ് ചെയ്തു. നിങ്ങൾ എന്റെ പരിചയം കണ്ടത് എങ്ങനെയാണ്? അപ്പൊ ആളെങ്ങനെ എന്റെ പരിചയം കണ്ടേ? ആളിങ്ങനെ കണ്ടെന്ന് കറക്റ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. കണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വരുമ്പോ ആൾ ഓൾറെഡി ഫോണിലാണ്. മനസ്സിലായി. സംസാരിച്ചു. സാർ എന്നോട് ചെയ്തിട്ട് എന്നോട് പിന്നെ പറഞ്ഞായിരുന്നു, ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഹോൾഡ് ചെയ്യാൻ ഞാൻ പിന്നെ സാറിനെ വിളിക്കുകയോ കാര്യങ്ങളോ ചെയ്യുകയൊന്നും ചെയ്തായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിക്കുകയോ ചെയ്യാണ്ട് ഇരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നത് ആവരുത്. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനികളിൽ നിന്ന് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ സാലറി സർട്ടിഫിക്കറ്റിന് ഒരു മാസം വാലിഡിറ്റി വരുന്നു. രണ്ടാമത് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നൊരു എടുത്തു, 2 വട്ടം ഓൾറെഡി എടുത്തു. ഇപ്പൊ ഇവൻ എനിക്ക് വേറൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലായിരുന്നു. അപ്പൊ 2 പ്രാവശ്യം ഓൾറെഡി എടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ചെന്നിട്ട് സാലറി സർട്ടിഫിക്കറ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ അയച്ചപ്പോ അത് എക്സ്പയർ ആയി. അന്നത്തെ ദിവസം എക്സ്പയർ ആയിരുന്നു. അപ്പൊ നമ്മളത് വീണ്ടും ചെന്ന് ചോദിക്കണം. അപ്പൊ അത് കിട്ടൂലെന്നില്ല. അപ്പൊ നമ്മളത് കിട്ടാണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ കൺഫേം പറഞ്ഞു. അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതിനേക്കായി നല്ലൊരു സ്കീം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. സംഭവം ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കിട്ടൂല്ല എന്താ നമുക്കത് കൺഫേം ആയിട്ടില്ല. നമ്മൾ പിന്നെ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായി. അപ്പൊ അത് നിങ്ങളുടെയും ടൈം വേസ്റ്റ് ആയ ഒരു കസ്റ്റമർക്ക് വേണ്ടി. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേസ്റ്റ് അങ്ങനെ വേസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകില്ല. കാരണം ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തെടുത്താൽ മാത്രമല്ലേ നമുക്കും ഒരു 100 വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളാണെങ്കിലും അതെ, നമുക്കിപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി നമുക്കത് കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇല്ലേ നമ്മളിപ്പോ കണ്ടില്ല, ഇപ്പൊ മുന്നേ പോയ സ്ഥലത്ത് എനിക്ക് 3 ആഴ്ചന്റെ സമയം പോയത്. വണ്ടി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസം മുന്നേ വരെ പോയിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ അവരുടെ അടുത്ത് പോയത് അതിന്റെ ഓണർ ഉണ്ടായിരുന്നു, മാനേജർ എല്ലാം വന്നു പറഞ്ഞു അറ്റ്ലീസ്റ്റ് 2 days എങ്കിലും സമയം തരും, ഇത്രയും ക്ഷമിച്ചിട്ട് 2 days സമയം തരും, അതിനുള്ള വണ്ടി ശരിയാക്കി തരാന്ന് പറഞ്ഞു. അതിന്റെ ഓണറും മാനേജറും ആദ്യം വണ്ടി പോയി കണ്ട സ്ഥലത്ത് ഞാൻ ഓക്കെ ഇപ്പൊ എന്തെങ്കിലും ആയി. പക്ഷെ ഞാൻ എന്റെ ചെക്ക് ഞാൻ തിരിച്ചു വാങ്ങി, അഡ്വാൻസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ആയപ്പോൾ അവര് നമ്മൾ ചോദിച്ച വണ്ടിയല്ല, വേറൊരു വണ്ടി നമുക്ക് ഫോട്ടോ അയച്ചു തന്നു. നമുക്ക് താല്പര്യമില്ലാത്ത വണ്ടി. നമ്മൾ വണ്ടി എടുക്കുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മുടെ പേഴ്സണൽ ആവശ്യം, നമ്മൾ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് നമ്മൾ എടുക്കണം. അല്ലെ, അവര് പറയണ വണ്ടി അല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ പറയണ വണ്ടി നമ്മൾ എടുക്കില്ലല്ലോ. നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ട് നമ്മൾ ഫാമിലി ആയിട്ട് യൂസ് ചെയ്യണ്ട വണ്ടി. അത് നമ്മളിപ്പോ ഈ 5 വർഷം ലോൺ അടച്ച് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനല്ലാണ്ട് എല്ലാവരുടെ ഇഷ്ടത്തിന് വണ്ടി അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി താല്പര്യമില്ല. എന്നോട് പറഞ്ഞ വണ്ടി, ഞാൻ ചോദിച്ച വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ തായോ, ഞാൻ എടുക്കാൻ റെഡിയാണ്. ഞാനിപ്പോ ഫസ്റ്റ് ആഴ്ച കഴിഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്തു, 2ാമത്തെ ആഴ്ച കഴിഞ്ഞു വെയിറ്റ് ചെയ്തു, 3ാമത്തെ ആഴ്ച കഴിഞ്ഞു. ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി
പറഞ്ഞു. അപ്പോൾ അപ്പോഴും പറഞ്ഞു ഒന്ന് ഇരിക്കുന്നു പറഞ്ഞു. ഓക്കെ മനസ്സിലായി മനസ്സിലായി. നമ്മളിരുന്നു. നമുക്ക് ഈ മുഖത്തടിച്ച പോലെ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വല്ല അറബികളൊക്കെ ആണെങ്കിൽ ചെന്നു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ അവർ വാങ്ങി അവരുടെ പരിപാടി കഴിഞ്ഞ് കൊണ്ടുപോകും. നമ്മൾ ഈ സാധാരണ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഒന്ന് ഇരുത്തി ഒന്ന് അതാക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളത് ഇരുന്നു. അവർ മാനേജറെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു. അതെ അതെ, അതിപ്പോ അതിപ്പോ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അതാണ് ഞാൻ പറഞ്ഞത്, പൈസയുടെ പവർ. അതായത് അല്ലെ, നമ്മള് ലോണാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് അറിയുമ്പോ ചിലപ്പോ അവിടെ പോയി അവർ വേറെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഇവിടുത്തെ ഒരു ലോക്കലാണെങ്കിൽ അവരിത് ചെയ്യും. ഇവിടുത്തെ ലോക്കലിൽ ചെന്നിട്ട് പ്രശ്നം വളരെ ഗുരുതരാവും. ഒരാഴ്ച വണ്ടി ഇപ്പൊ തരാന്ന് പറഞ്ഞു. അതിപ്പോ ഇത് ചെയ്യാനില്ല. ഞാനിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇതുപോലെ കേട്ടോ, ഇതിനകത്തൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാശ് ലോജിക് ഉണ്ട് അല്ലെ, ഒരു മര്യാദ ഉണ്ട്. ഇതൊന്നും ഇതിനകത്ത് വർക്കാവണില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ ഞാനൊരു ഇത് പറയട്ടോ, ഇവർക്ക് ഒരു പരസ്യം ചെയ്യണതിന് ഇത്രയും ചെലവുണ്ട്. അപ്പൊ ഇവര് മാക്സിമം, പണ്ട് ഇത് ഫ്രീ ആയിരുന്നു. പിന്നെ ഒരു SMS ഡുബിസലിലൊക്കെ ഒരു SMS ഉള്ളൂ. ഇപ്പൊ ഡുബിസലില് നമുക്ക് 100 കൊടുത്താലും പരസ്യം ചെയ്യാം. പക്ഷെ ആ പരസ്യം ഒന്നും ആരും കാണാൻ പോണില്ല. ആദ്യം വരുന്ന ആ ഒരു ഫസ്റ്റ് പേജിലോ സെക്കൻഡ് പേജിലോ വന്നാലാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നിട്ടല്ലേ നോക്കുകയുള്ളൂ. ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് നമ്മൾ നോക്കി അല്ലേ, അത് അവിടെ നമ്മൾ അവസാനിപ്പിക്കുക. ഈ ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡുബിസലിൽ വാങ്ങിക്കുന്നത് ഭയങ്കര കാശാ. അപ്പോ ഇവരൊന്നും നോക്കില്ല, എത്ര ആൾക്കാർ വന്നാലും ഇത് ശരിയെന്നല്ലോട്ടെ പറയണേ. അപ്പൊ നേരെ പറഞ്ഞിട്ട് ഇവരെ നമ്മൾ ന്യായീകരിക്കാനോ ഇവരെ നേരെയാക്കാനോ പോകുന്നതിന് നല്ലത് നമ്മൾ നേരെ പോയി ക്യാഷുമായിട്ട് പോവുക, ഈ സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരിക, വാങ്ങിച്ചു വെക്കുക, അതിനുശേഷം പതുക്കെ ലോണാക്കുക. അപ്പൊ നമ്മുടെ അപ്പൊ ഞങ്ങൾ വാങ്ങിക്കേണ്ട കാശ്. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ലോ, ബ്രദർ വഴി സംസാരിച്ചു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്യാഷ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യും, പിന്നെ ലോണാക്കി തരും എന്നുള്ള രീതി. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഈ ലോണ് നമ്മളിപ്പോൾ ഈ ഷാർജ സൂക്കിലും ഈ അജ്മാൻ സൂക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖഭാവം വേറെയാണ്. സീറോ ഡൗൺ പേയ്മെന്റ്, എസ്പെഷ്യലി സീറോ ഡൗൺ പേയ്മെന്റ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഒരു സൈഡ് ചെയ്യാത്ത ആൾക്കാരാണ്. അതെ, ഒരു ചെയ്യുന്ന ആൾക്കാർക്ക് 1 രൂപയുടെ സ്ഥാനത്ത് അവരുടെ അടുത്ത് 100 രൂപയായിരിക്കും വില. 100 രൂപയായിരിക്കും അല്ലെ. ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് റെസ്പെക്ട് ഇല്ല, അല്ലെങ്കിൽ ശരിയല്ലേ ഞാൻ പറഞ്ഞേ, നമുക്കൊരു മര്യാദ കിട്ടില്ല, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കിട്ടില്ല. ഇവ നമ്മളിപ്പോ ചെന്നു, ഇപ്പൊ ഞാനിപ്പോ ചെന്നു, ഇപ്പൊ നിങ്ങളായിട്ട് സംസാരിച്ച ശേഷം ഞാൻ വണ്ടി നോക്കാൻ ചെന്നു. ഞാൻ പറഞ്ഞു ഞാൻ ലോണെന്ന് പറഞ്ഞില്ല, ഞാൻ റെഡി ക്യാഷാ. ഓക്കെ, അപ്പൊ 35 രൂപ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളത് 31, 30 അവരത് കുറച്ചും തരാൻ റെഡിയാണ്. നമ്മളിപ്പോ അത് ലോണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഡബിളായി. അത് ബാങ്കിന്റെ പ്രൊസീജിയർ ഉണ്ട്, പിന്നെ നമ്മുടെ പാസിംഗിന്റെ പ്രൊസീജിയർ എല്ലാം കൂടിയിട്ട് ഇപ്പൊ ഒരു 30 രൂപയുടെ വണ്ടിയാണെങ്കിൽ അത് 35 രൂപയാണെങ്കിൽ അത് 40, 50, 45. സിമ്പിൾ ആയിട്ട്, അതായത് ഇപ്പൊ അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് കറക്റ്റ് കാൽക്കുലേഷൻ അല്ല. 10,000 രൂപയുടെ വണ്ടി വാങ്ങിച്ചാലും ഒരു 70,000 രൂപയുടെ വണ്ടി വാങ്ങിച്ചാലും ഇൻഷുറൻസ്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിച്ചാലും 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻഷുറൻസ് അല്ലാതെ ബാക്കിത്തെ വരുന്ന ചിലവ് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ ടാക്സ് വിളിച്ച് അബുദാബിക്ക് പോകുമ്പോലെയാ, ഇവിടുന്ന് ഇപ്പൊ സാറ് കയറി ഇരുന്നാലും ഇതിന്റെ കൂടെ 2-3 ആൾ കയറി ഇരുന്നാലും ഈ ടാക്സ് ചാർജ് സെയിം തന്നെയായിരിക്കും. പിന്നെ വരുന്നത് ഉള്ള അല്ലേ എന്ന് പറഞ്ഞ പോലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ദൈവം സഹായിച്ച് ഇത് നമുക്ക് കറക്റ്റ്. ഇപ്പൊ സാർ ഇപ്പൊ അവിടെയൊക്കെ എവിടെയൊക്കെ ഞാൻ നോക്കണ്ടോ, ഇപ്പൊ പേപ്പറുകൾ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളത് എവിടെയൊക്കെ നിങ്ങൾ അപേക്ഷ ഉണ്ടെന്നുള്ള കാര്യം. എവിടെയൊക്കെ അപേക്ഷ ഉണ്ട് ഞാൻ ആദ്യം നോക്കട്ടെ. അണ്ട് നോക്കിയിട്ട് ദൈവം സഹായിച്ച് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ എടുത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോഴാണ് ഇതിനകത്ത് സാർ എന്തെങ്കിലും ലാഭം ഉണ്ടായോ ഓക്കെ ആണോ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. ശരി.